വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. മൂന്നാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, മൂന്നാമത്തെ ടാസ്ക്കാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നോട്ടീസ് ബോർഡ്. നമ്മളിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊരു നോട്ടീസ് ബോർഡ് അത്യാവശ്യമാണ്. കുട്ടികളുടെ സ്റ്റഡി ടേബിളിനരികിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടീസ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. സിമ്പിളാണ്. അപ്പോൾ ഞാനൊരു തെർമോക്കോളിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കാർഡ്ബോർഡിൽ നിന്നായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. കൂടുതൽ പേരുടെ കയ്യിലും കാർഡ്ബോർഡ് പീസാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതായാലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു തെർമോക്കോളിൻ്റെ പീസായാലും മതി. എത്ര വലുപ്പം വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ചെറിയൊരു A4 ഷീറ്റ് പേപ്പറില്ലേ, അത്രയും വലുപ്പമുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം. ഞാനൊരു ബ്ലാക്ക് പേപ്പർ, ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ചാർട്ട് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതേപോലെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അധികം ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ആ സമയത്തൊന്നും നമുക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും കണ്ടു നോക്കാം. പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം ചെയ്യുന്നത് കേട്ടോ. നമ്മളിതൊരു ബ്ലാക്ക് പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുമരിൽ നമുക്ക് തൊട്ടിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി കുട്ടികൾക്കാവുമ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഏത് രീതിയിലാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോണേന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഗ്രീൻ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 3 സൈഡിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. അടിഭാഗത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ബോർഡർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇത്രയും വലിപ്പമുള്ള, നമ്മുടെ ഈ ബോർഡിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ പേപ്പർ. അധികം ഹൈറ്റിൽ, അതായത് അധികം വീതിയിൽ എടുക്കണ്ട, കാരണം ഒരുപാട് സ്പേസ് നമുക്ക് പോകുമല്ലോ. അപ്പോൾ കുറച്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. കുറച്ച് പുല്ലുകൾ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് നിവർത്തുമ്പോൾ ഇതേപോലെ ഉണ്ടായിരിക്കും. ഇത് നമുക്കിതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ വേറൊരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 കിളികളുടെ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കിളികൾക്ക് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർഫ്ലൈസിനെ ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോൾ അതും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി അവിടെ ഇവിടെയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും ഇഷ്ടത്തിന് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഉണ്ടാക്കുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാനാണ്. അതിന് ജസ്റ്റ് ഒന്ന് വെറുതെ കവർ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മുടെ ചുമരിൽ ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതിപ്പോൾ ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇതേപോലെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ അവരെ സ്കൂളിലേക്കുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ എക്സാം ഡേറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും ഓർത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഡേറ്റ് എഴുതി നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കണമെങ്കിൽ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം.
ഇനി വീട്ടമ്മമാർക്കായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കായാലും അവരുടെ ബിൽ ഡേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്റ്റഡി ടേബിളിന് അരികിൽ അമ്മമാർക്ക് കിച്ചണിൽ വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഞാൻ താഴെ മെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരു 3-4 വീഡിയോസും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.